വിഷയങ്ങൾ ഡോക്ടർ അനിൽ എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിന്റെ ഉടമ ഡോക്ടർ അനിൽ നമുക്കൊപ്പം ടെലിഫോണിൽ. ശ്രീ അനിൽ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ സാറിന്റെ ക്യാറ്റിനെ ഗ്രൂം ചെയ്യിക്കുന്നതിന് മുമ്പ് അത് പെട്ടെന്ന് പാനിക്കാവുന്ന ഒരു സ്വഭാവമുള്ള ഒരു ക്യാറ്റാണ്. അല്ലാത്ത സമയത്ത് വളരെ ഫ്രണ്ട്ലി ആയിരിക്കും. അപ്പോൾ അദ്ദേഹം ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ് അത് ചെയ്യിക്കുന്നത്. കാരണം പൂച്ചയ്ക്കും ഇഞ്ചുറി ഒന്നും പറ്റാതിരിക്കാനായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരുപക്ഷെ നമുക്ക് ഈ സെഡേഷൻ എന്ന് പറയുന്നത് അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടും പ്രശ്നങ്ങളുള്ളാത്ത കാര്യമായതുകൊണ്ട് ഇപ്പം ആദ്യം വന്നത് നഖം വെട്ടാനും അതുപോലെ ചെവി ക്ലീൻ ചെയ്യാനും മാത്രം. അപ്പോൾ സെഡേഷൻ ഇല്ലാതെ ചെയ്യാനും ഉള്ള അത് ചെയ്തു. അതിനുശേഷം കുറച്ച് മോഷൻ പാസ് ചെയ്തു. അപ്പം അത് പിന്നെ ഒരു ഫുൾ ബാത്ത് വേണം എന്നുള്ളൊരു റിക്വസ്റ്റ് വന്നു അവരുടെ ഭാഗത്ത് നിന്ന്. അപ്പം ഇവിടെയല്ല അത് ചെയ്യുന്നത്, തൊട്ടടുത്തുള്ള ഒരു പ്രൈവറ്റ് ഗ്രൂമിംഗ് പാർലറിലാണ് അവർ സ്ഥിരമായി ചെയ്യുന്നത്. ഇവിടുന്ന് നമ്മൾ ഹോസ്പിറ്റലായതുകൊണ്ട് അവർക്ക് സെഡേഷൻ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങോട്ടേക്കും ഇവിടുന്ന് സെഡേഷൻ കൊടുത്തിട്ട് അങ്ങോട്ട് പോവുക ചെയ്യാം. അപ്പം സെഡേഷൻ കൊടുത്ത സമയത്താണ് ഈ കോംപ്ലിക്കേഷൻ ഉണ്ടായത്. അദ്ദേഹത്തിന്റെ കൺസേൺ നമ്മൾ ആദ്യം അത് നഖം വെട്ടിയ സമയത്ത് കൂടുതൽ അഗ്രസീവായിട്ട് ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ്. ആ സമയത്ത് അതിനുശേഷവും ക്യാറ്റിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നെ കൊടുത്തുവിടാൻ നോക്കുമ്പോഴാണ് ഈ മോഷൻ ഇരിക്കുന്നത് കണ്ടതും. പിന്നീട് കുളിപ്പിക്കാൻ തീരുമാനിക്കും. 1.5 മണിക്കൂർ കഴിഞ്ഞാണ് സെഡേഷൻ കൊടുക്കുന്നത്. സെഡേഷൻ കൊടുത്ത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഹാർട്ട് ബീറ്റ് കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടത്. ഈ സെഡേഷൻ നൽകുന്നതിന് വേണ്ടി പൂച്ചയുടെ കഴുത്തിൽ കുരുക്കിട്ട് വലിച്ചു കൊണ്ടുപോയി, അങ്ങനെ കൂടി ആരോപണമുണ്ടല്ലോ. ഇല്ല, അങ്ങനെയില്ല. കാരണം അത് ഈ പറഞ്ഞ ആദ്യം നഖം വെട്ടുന്ന സമയത്ത് അതിനെ പിടിച്ചു. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിരുന്നു ഇന്നലെ. അപ്പോഴല്ല അത് കഴിഞ്ഞ് തിയേറ്ററിലാണ് ചെയ്യുന്നത്. അവിടെ കുരുക്കൊന്നും ഇടുന്നില്ല. ഇപ്പം മുമ്പ് നമ്മൾ 5-6 പ്രാവശ്യം ഇതേ ക്യാറ്റിനെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇതിന് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് എന്റെ കൺസെന്റ് എല്ലാം എഴുതി വാങ്ങിയതിന് ശേഷം മാത്രമാണ് ഒപ്പിട്ട് നമ്മൾ ഇത്. ശരി, അനാദർശ ഗൗരവമുള്ള ആരോപണമാണ് ആശുപത്രിക്കെതിരെ ഉന്നയിക്കുന്നത്. അങ്ങനെയല്ല എന്നതാണ് ഡോക്ടർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പരാതിയേക്കുണ്ട്. തുടർ അന്വേഷണത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോകുമെന്ന് പ്രതീക്ഷിക്കാം.